എറണാകുളം ജില്ലയിലെ വലിയൊരു വില്ല പ്രൊജക്ടിനകത്ത് താമസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മാർബിൾ ഹോംസ് നിങ്ങൾക്കത് സാധ്യമാക്കി തരുവാണ്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 35ഓളം വീടുകൾ വരുന്നുണ്ട്. മെയിൻ റോഡിന് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ട് വരുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകരയിലാണ് ഈ കാണുന്ന വീട് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഷോപ്പുകളാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. 1700 സ്ക്വയർ ഫീറ്റ് ആണ്. 4.25 സെന്റ്, 4.25 സെന്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ട് ഭംഗിയായ എലിവേഷനിലൂടെയാണ് ഈ ഒരു കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടു. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീടിരിക്കുന്നത് ഏകദേശം ഒരു എൻഡ് പോർഷനിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ സൈഡിൽ എക്സ്ട്രാ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട, 2 കാറുകൾ സുഖമായിട്ട് വീടിന്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു സ്പേസിനകത്ത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വീടിന്റെ മതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയുള്ള ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളാണെങ്കിലും ജിയോ പൈപ്പിന്റെ വർക്കുകൾ നിറയെ കൊടുത്തിട്ടുണ്ട്. 4.25 സെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആണ് വീട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എലിവേഷൻ തന്നെ നല്ല നീണ്ടു പരന്നിങ്ങനെ ഇരിക്കുകയാണ്. ഭംഗിയുള്ള വർക്കുകൾ ഉണ്ട്, പെയിന്റിംഗ് വരുന്നുണ്ട്. വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിലും ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ വീടിന്റെ എലിവേഷന് മാറ്റുകൂട്ടുന്നത് തന്നെയാണ്. ബ്രിക്ക് മോഡൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നമ്മുടെ ബാൽക്കണിയുടെ പോർഷനൊക്കെ നോക്കിക്കോളൂ. ഗ്ലാസിന്റെ വർക്കുകളാണെങ്കിലും പാനലിംഗ് വർക്കുകളാണെങ്കിലും ഏറ്റവും ടോപ്പ് റൂഫിന്റെ ആ ഒരു ഭാഗത്ത് പോലും LED സ്ട്രിപ്പുകളൊക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് വീടിന് മാറ്റുകൂട്ടാനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 ഗേറ്റുകൾ കിട്ടുന്നുണ്ട്. മെയിൻ ഗേറ്റ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ലൈഡിംഗ് മോഡലിലുള്ള ഗേറ്റ്, അതുവഴി നമുക്ക് വാഹനങ്ങൾ കയറ്റാനും ചെറിയൊരു ഗേറ്റ് നമുക്ക് നടന്നു കയറാനും അതും സ്ലൈഡിംഗ് മോഡലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ സ്ലൈഡിംഗ് ഗേറ്റ് വഴി നമ്മൾ നേരെ വീടിനകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ സിറ്റ് ഔട്ട് വരുന്നത്. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നേരെ വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് കാർ പോർച്ച്. ഈ ഒരു ഗേറ്റ് സ്ലൈഡ് ചെയ്ത് തുറന്നാൽ നിങ്ങൾക്ക് കാർ പോർച്ചിലേക്ക് നേരെ എൻട്രി കിട്ടുന്നതാണ്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള കാറിന് തന്നെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലൊക്കെ ഭംഗിയുള്ള സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ നമുക്ക് റൈറ്റ് സൈഡ്, വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ് നോക്കിയാലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലും നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് ഏരിയ ചെയ്തിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ സ്ട്രിപ്പാണ് തിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലൂടെ കടന്നു പോകുമ്പോൾ സിലിണ്ടർ വെക്കാനുള്ള കേജ് കൊടുത്തിട്ടുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. ഒരു അലക്കുകല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ഒരു മൊറോക്കൻ ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ അലക്കുകല്ലുണ്ട്, കിണറുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സ്പേസ് കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് ഈ ഏരിയ യൂസ് ചെയ്യാം. വീടിന്റെ ഫ്രണ്ട് പോർഷനിലുള്ള ലെഫ്റ്റ് സൈഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റിൽ പോർച്ച് ഉണ്ട്. ലെഫ്റ്റിൽ ഈ ഒരു ഭാഗത്തും ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലും പ്ലാൻ ബോക്സ് കാണാവുന്നതാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാം. മെയിൻ ഡോർ വന്നിട്ട് ഇങ്ങനെയാണ്. ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഒറ്റപ്പാളിയില് പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വീടിന്റെ ലിവിംഗ് സ്പേസ് വരുന്നത്. 11 അടി നീളവും 9.5 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഭംഗിയുള്ളൊരു TV യൂണിറ്റ് മൾട്ടിവുഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണെങ്കിലും ഒരു പോർഷനിൽ മാത്രം പാനലിംഗ് കൊടുത്തിട്ട് അവിടെ നമുക്ക് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഫ്ലോർ ടൈലുകളാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡിൽ ഭംഗിയുള്ള ഒരു ടൈലുകൾ തന്നെയാണ് ഫ്ലോറിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് നമ്മൾ കടന്നു വന്നപ്പോൾ ലിവിംഗ് സ്പേസ് കണ്ടു. ഇവിടെ ഞാൻ ഈ ഒരു മിഡിൽ നിൽക്കുമ്പോൾ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇവിടേക്കാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. നമുക്ക് ബെഡ്റൂം തന്നെ ആദ്യം കണ്ടു നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. 12-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. സ്ട്രേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വാർഡ്രോബ്സ് കാണാം. സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് വേറൊരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി അവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഭാഗത്തെ കുറച്ച് ഹൈറ്റിൽ പ്രത്യേക ഒരു മോഡൽ തന്നെയാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 നോർമൽ വിൻഡോസും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിലായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനും അയൺ ചെയ്യാനുള്ള സെപ്പറേറ്റ്, വാഷ് ചെയ്യാനൊക്കെ ഇടാനായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ടേബിൾ കൂടി ഇതുപോലെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ ആണ് ടൈലുകൾ വരുന്നത്. നമുക്കിവിടെ ബാത്റൂം ഫിറ്റിംഗ്സ് കൂടി ചെയ്യാനുള്ള വർക്കുകളാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്.
വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഡൈനിങ് ഹാൾ നോക്കാം. ഡൈനിങ് ഹാളിന്റെ എൻട്രൻസ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ നിറയെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഹാൻഡ് റൈൽസ് ഒക്കെയാണ് നമ്മുടെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ ഒരു വാഷ് ബേസിൻ മാത്രമാണ് വെക്കാനുള്ളത്. ഷെൽഫ് വരുന്നുണ്ട്. ആ ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കൂടിയാണ് കിട്ടുന്നത്. വോളിലൊക്കെ നല്ലൊരു ഡിസൈനും കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു പോർഷനും കംപ്ലീറ്റ് ഡബിൾ ഹൈറ്റഡ് ആണ്. 16 അടി നീളവും 8 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്. റൂഫിന്റെ ഏറ്റവും ടോപ്പിൽ നോക്കിക്കോളൂ, ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് അവിടെ ആയിട്ടൊക്കെ നല്ല ഭംഗിയായിട്ടൊരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഡെപ്തിൽ ചെയ്തിട്ട് വുഡൻ ഔട്ട് ഫ്രെയിം ഇട്ട് ഗ്ലാസും കൊടുത്തിട്ട് അതിനകത്തൊക്കെ ബ്ലൂയിഷ് ലൈറ്റുകൾ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടറിനുള്ള പോയിന്റ് എല്ലാം ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ്. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഫ്ലവർ ബക്കറ്റ് ഒക്കെ വെക്കാനായിട്ട് മുകളിൽ നമുക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. എൻട്രൻസിൽ തന്നെ നോക്കിയാൽ നിൽക്കൊരു ക്രോക്കറി ഷെൽഫും കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയുള്ള ഭാഗത്തൊക്കെ പാനലിംഗ് ലൈറ്റുകളും LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് തന്നെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ഗ്രാനൈറ്റ് ആണ്. അതിനകത്തുള്ള ഭാഗത്ത് നോക്കിയാലും ഇതുപോലെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിച്ചന്റെ മെയിൻ പോർഷന്റെ കൗണ്ടർ ടോപ്പ് നോക്കിയാലും ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അതിന് മാച്ച് ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്യാബിനറ്റ്സ് ആണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള വിൻഡോസ് നമുക്ക് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. ഡോറ് തുറന്നാൽ പുറത്തേക്ക് വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള ഫ്ലോർ ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് തന്നെ വലിയൊരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് 3 വിൻഡോസും വരുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി ആദ്യം വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള റൂം വന്നിട്ട് നമ്മുടെ യൂട്ടിലിറ്റി റൂമാണ്. ഫ്ലോർ ടൈൽ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനിലുള്ള മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് റൂഫും സൈഡും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ഇവിടെയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട്. അത് നേരെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂം കണ്ടു. പിന്നെ നമുക്ക് ഈ ഒരു ഹാള് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വാഷ് ഏരിയ നിങ്ങൾ താഴെ കണ്ടിരുന്നു. വാഷ് ഏരിയ നമ്മൾ പറഞ്ഞിരുന്നു ഡബിൾ ഹൈറ്റഡ് ആണെന്ന്. ആ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വരെ വരുവാണ്. താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഡോറുകളെല്ലാം സെയിം പാറ്റേൺ ആണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. നിങ്ങളുടെ വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. ഇതും സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഒരു വോളിലാണ് വരുന്നത്. ആ കോർണർ പോർഷനിലായിട്ട് നമുക്ക് വലിയൊരു മിറർ കൊടുത്തിട്ട് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലോണ്ടറി വാഷിനൊക്കെ ആയിട്ട് നമുക്ക് ഡ്രസ്സ് വയ്ക്കാനൊക്കെ ഈ ഒരു പ്ലേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും സ്പേഷ്യസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഫിറ്റിംഗ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ പെയിന്റിംഗ് ഉള്ളത്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ വരുമ്പോൾ 12-10 സൈസിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 12-10 ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വിൻഡോസ് വരുന്നത്. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും നമ്മളുടെ ആ ഒരു വാർഡ്രോബുകളെല്ലാം ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ഒരു ഏരിയ മാറിയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. ഇവിടെ നിങ്ങളുടെ വാർഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ലോണ്ടറിക്കുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പൂക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ വീട് വരുന്നത്. 35ഓളം വീടുകൾ ഇവിടെയുണ്ട്. ഏകദേശം 30 വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. ഇവിടെ നിന്ന് പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.9 കിലോമീറ്ററും ആലുവയിലേക്ക് 7.5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്.
ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ 13 കിലോമീറ്റർ, കളമശ്ശേരി കുസാറ്റിലേക്ക് 9, എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്. 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ ലാൻഡ് അളവ് 4.25 ആണ്. സ്ക്വയർ ഫീറ്റ് 1700 ആണ്. 4.25 ഓഫ് സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. ഒരു കാറിനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടിന്റെ അകത്തും പുറത്തും ഒക്കെ ഏരിയ സ്പേഷ്യസ് ആണ്. ഭംഗിയുള്ള ഈ ഒരു വീടിന് 80 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 80 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റി ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളൂ. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കോളുകൾ എടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. എങ്ങനെയാ? അപ്പൊ പെട്ടെന്ന് തന്നെ വിളിക്കുകയല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.